ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്ക് പറയണത് ഒരുപക്ഷെ നിങ്ങളുടെ കരിയർ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് അക്കൗണ്ടിങ്ങിൽ എങ്ങനെ ഒരു കരിയർ കെട്ടിപ്പടുക്കണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫുൾ റോഡ് മാപ്പ് ആണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ ഒരു മേഖലയിൽ നമുക്കറിയാലോ അല്ലേ, അക്കൗണ്ടിങ് മേഖലയിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നിങ്ങൾക്കൊരു വഴികാട്ടി ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആ വെല്ലുവിളികളൊക്കെ അതിജീവിച്ച ഒരാൾക്ക് മാത്രമാണ് നിങ്ങൾക്കൊരു വഴികാട്ടിയാകാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം ഞാനും ഇതേ മേഖലയിൽ ഒരുപാട് കാലം കടന്നു വന്നിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഞാൻ അക്കൗണ്ടന്റ് മേഖലയിലും അതേപോലെ തന്നെ ടീച്ചിങ് പ്രൊഫഷണലുമായിട്ട് ഏകദേശം ഒരു 10-25 വർഷം ഞാൻ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കടന്നു വന്ന വഴികളിലൂടെ ഉള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പോൾ അത് നിങ്ങളോട് കൂടിയിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അതായത് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും നമ്പറുകളുടെ ഒരു കളി മാത്രമല്ല, ഒരു ബിസിനസിന്റെ നട്ടെല്ലാണത്. കാരണം ബിസിനസിനെ താങ്ങി നിർത്തുന്നതാണ് ഒരു അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു അക്കൗണ്ടന്റ് പ്രോപ്പറായി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ആ ബിസിനസിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഏതൊരു ബിസിനസ്സുകാരനും അറിയാലോ, അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് കണ്ടെത്തലാണ് അല്ലേ. പ്രോഫിറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഓരോ ബിസിനസ്സുകാരനും ബിസിനസ് ചെയ്യുന്നത് അല്ലേ. അപ്പം നിങ്ങളെ അവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അയാളുടെ ബിസിനസ്സിലെ കണക്കുകൾ കൃത്യമായി അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ അറിയാത്ത ഒരു ടൗണിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ലക്ഷ്യസ്ഥാനത്തിൽ എത്താൻ വേണ്ടിയിട്ട് എന്താണ്, അതായത് വഴി തെറ്റാതെയും ഒക്കെ എത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു മാപ്പ് എടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെയുള്ള ഒരു ഫുൾ റോഡ് മാപ്പാണ് ഈ ഒരു മേഖലയിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ഫുൾ റോഡ് മാപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ ഒന്ന് ഹൈപ്പും കൂടി ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്തോളൂ. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അതായത് എഡ്യൂക്കേഷൻ മുതൽക്ക് ഏത് സോഫ്റ്റ്വെയർ പഠിക്കണം, അതേപോലെ തന്നെ ഹൈ സാലറിയുള്ള ജോബ് എങ്ങനെയാണ് കിട്ടുക, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 0 to ഹീറോ ആകാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ആ 0 to ഹീറോയിലേക്കുള്ള യാത്ര തുടർന്നാലോ? നിങ്ങൾ ഓക്കെ അല്ലേ? അപ്പം നമുക്ക് തുടങ്ങിയാലോ? അതായത് അക്കൗണ്ടിങ്ങിൽ നമുക്ക് ഒരു കരിയർ കെട്ടിപ്പടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് എന്താണ്? നമ്മളുടെ ഒഫീഷ്യൽ എഡ്യൂക്കേഷൻ ആണ് അല്ലേ. അപ്പോൾ ഏതൊരാൾക്കാണെന്നുണ്ടെങ്കിലും എന്താണ്, ഒരു മിനിമം ഡിഗ്രി എങ്കിലും ഇക്കാലത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ ചില ആൾക്കാർ +2 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോകാറുണ്ട്, അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട്. കാരണം വെച്ചാൽ നമുക്ക് പൈസ എല്ലാവർക്കും ആവശ്യമാണല്ലോ. അപ്പോൾ തുടർന്നുള്ള ഒരു പഠനം ആ ഒരു സമയത്ത് നമ്മൾക്ക് പറ്റുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്താണ്, ഒരു താൽക്കാലികമായിട്ട് ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് ഒരു ചെറിയ ഫേമിലൊക്കെ കയറും. അപ്പോൾ അങ്ങനെ നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ വഴിയൊക്കെ നിങ്ങളുടെ ഡിഗ്രി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം എന്താണെങ്കിൽ നമ്മളൊരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ നിർബന്ധമായിട്ട് ചോദിക്കും നമ്മൾക്ക് ഒരു ഡിഗ്രി ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി തട്ടിക്കൂട്ടി എടുക്കാൻ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കൊരു അക്കൗണ്ടൻ്റ് ആകാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമുക്കൊരു ഡിഗ്രി എന്തായാലും ഉണ്ടായിരിക്കണം. ഇനി അതിനപ്പുറത്തേക്ക് നമുക്ക് ഹയർ സ്റ്റഡീസ് ആണെങ്കിൽ നമുക്ക് MCom MBA അങ്ങനെയുള്ള എഡ്യൂക്കേഷൻസ് ഒക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നമുക്കൊരു ആഡായിട്ടാണ് നമുക്ക് കാണിക്കുക. അപ്പോൾ അതൊക്കെ നമുക്കൊരു ആഡ് തന്നെയാണ് നമ്മുടെ ലൈഫിൽ. കാരണം നമ്മുടെ കരിയർ ജേണിയിൽ അതൊക്കെ നമുക്കൊരു ആഡായിട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ ഇത് മാത്രം പഠിച്ചതുകൊണ്ട് നമുക്കൊരു ജോലി കിട്ടില്ല, നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സും കൂടി ചെയ്യണം. ഇപ്പം നമുക്കൊക്കെ അറിയാലോ അല്ലേ, നമ്മളൊക്കെ യൂണിവേഴ്സിറ്റികളിൽ PGയും ഇതെല്ലാം കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നിങ്ങളൊരു ജോലിയിലേക്ക് കയറി നോക്കൂ, അവിടെ നിങ്ങൾക്ക് ഇതൊന്നും പര്യാപ്തമാവില്ല. കാരണം നമ്മൾ ഗോൾഡൻ റൂളൊക്കെ പഠിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. പക്ഷേ ഇതൊന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്ലിക്കബിൾ ആക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ PG ഒക്കെ കഴിഞ്ഞ് ഞാനൊരു ജോലിയിൽ കയറുന്ന സമയത്ത് എൻ്റെ മുന്നിലേക്ക് കുറേ
ബില്ലുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിംഗ് ഒക്കെയാണ് അരച്ച് കലക്കി കുടിച്ചു പോകുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ എങ്ങനെ ഈ ബില്ലുകളൊക്കെ എൻട്രി ചെയ്യണം, ഏതാണ് പർച്ചേസിൻ്റെ ബില്ല്, ഏതാണ് സെയിൽസിൻ്റെ ബില്ല്, ഇതൊക്കെ എങ്ങനെ എൻട്രി ചെയ്യണം, ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്താണ്, ഒരു പ്രൊഫഷണൽ കോഴ്സ് നമ്മൾ ചെയ്യണം. അതായത് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്താലാണ് നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ഈസി ആകുള്ളൂ. അതേപോലെ തന്നെ ജോലി കിട്ടാനാണെന്നുണ്ടെങ്കിലും എളുപ്പമുണ്ടായിരിക്കുള്ളൂ. അതേപോലെ തന്നെ CA പോലുള്ള ഉയർന്ന കോഴ്സുകളും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ അതൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം നോട്ട് ചെയ്ത് വെച്ചോളൂ, ഡിഗ്രി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്കൊരു ഹയർ ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടുമായിരിക്കാം, ഒരു ബില്ലിംഗ് സ്റ്റാഫായിട്ടൊക്കെ കിട്ടുമായിരിക്കാം. പക്ഷെ നമ്മളെപ്പോഴും സ്വപ്നം കാണുമ്പോൾ നമ്മളെപ്പോഴും കുന്നോളം കാണണം, എന്നാലേ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ നമ്മൾ ഹയറായിട്ട് നമുക്ക് സ്വപ്നം കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ക്വാളിഫിക്കേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യം സെറ്റായി കഴിഞ്ഞാൽ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ബേസിക് അക്കൗണ്ടിങ് നോളേജ് നമ്മൾ നിർബന്ധമായിട്ടും ഉണ്ടാക്കിയെടുത്തിരിക്കണം. അതായത് ബേസിക് അക്കൗണ്ടിങ് നോളേജ് നിങ്ങളുടെ മൈൻഡിൽ നല്ല രീതിയിൽ പതിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയറിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടാലി, അതേപോലെ തന്നെ ക്വിക്ക് ബുക്ക്, അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെയാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ ധാരാളമായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ടാലിയാണ് പ്രധാനമായും മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളിലും ഉപയോഗിക്കുന്നത്. ടാലിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. എന്നാലേ അത് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റുള്ളൂ. അപ്പോൾ പല ആൾക്കാരുടെയും ധാരണയാണ്, എന്നാൽ പിന്നെ സോഫ്റ്റ്വെയർ അങ്ങോട്ട് നേരിട്ട് പഠിച്ചാൽ പോരെ. അതിപ്പോൾ എൻ്റെ ക്ലാസ്സിലെ അധിക പേരും നോൺ കോമേഴ്സുകാരാണ്. അപ്പം ഞാൻ എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത് ഒരു അക്കൗണ്ടിങ് ബേസിക്സ് എടുത്തിട്ടാണ് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ടാലി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു ബേസിക് അക്കൗണ്ടിങ് നോളേജ് ഉണ്ടായിരിക്കണം. അപ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, ടാലിയിൽ വർക്ക് ചെയ്യാൻ എന്തിനാണ് നമ്മൾക്കൊരു അക്കൗണ്ടിങ് നോളേജ്, ടാലി നമുക്ക് എല്ലാം ഓട്ടോമാറ്റിക്കലി തരില്ലേ എന്ന്. പക്ഷേ നമ്മളൊരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമുക്കറിയാം, കണക്കുകൂട്ടലുകൾ ഈസി ആക്കാനാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. പക്ഷേ എപ്പോൾ, എങ്ങനെ, എന്ത് കൂട്ടണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണ്ടേ. അപ്പോൾ നമുക്ക് എന്താണ്, ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് നോളേജ് നല്ല രീതിക്ക് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഈ ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ജേണൽ എൻട്രി അറിഞ്ഞിരിക്കണം. അതായത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന മണി റിലേറ്റഡ് ആയിട്ടുള്ള ഇടപാടുകൾ പ്രോപ്പറായി റെക്കോർഡ് ചെയ്യാൻ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അതാണ് ഒരു ബിസിനസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ബിസിനസ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, ആദ്യം ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകൾ, ഈവൻസുകൾ പ്രോപ്പറായി റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ നമ്മൾ ജേണൽ എൻട്രി എന്നാണ് പറയുക. അതിന് പല പേരുകളുണ്ട്. ആദ്യമായിട്ട് എഴുതുന്നതിനെ പ്രൈം എൻട്രി, ഒറിജിനൽ എൻട്രി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾക്കറിയാം ഏതൊരു ബിസിനസ്സുകാരൻ്റെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റ് കണ്ടെത്തലാണ്, അല്ലേ? പക്ഷേ ഈ ജേണൽ എൻട്രി എഴുതിയത് കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ വെച്ചാൽ കുറേ ജേണൽ എൻട്രികൾ ഉണ്ടായിരിക്കും. ഒരു വർഷത്തെ ജേണൽ എൻട്രികൾ മുഴുവൻ നമ്മളൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് പ്രോഫിറ്റ് കണ്ടെത്തുക പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അതിനുവേണ്ടി നമ്മളൊരു സെക്കൻഡറി ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നു, ലെഡ്ജർ പോസ്റ്റിംഗ് എന്നാണ് പറയുക. അതായത് ഈ ഒരു ട്രാൻസാക്ഷൻ പറഞ്ഞാൽ അതിൽ 2 ആസ്പെക്റ്റുകൾ ഉണ്ടല്ലോ. ആ 2 ആസ്പെക്റ്റുകൾക്കും നമ്മൾ സെപ്പറേറ്റ് ഓരോ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യും. അപ്പോഴേ നമ്മൾക്ക് അതിന് വന്നിട്ടുള്ള ബാലൻസുകൾ എത്രയാണ്. ഇപ്പോൾ ക്യാഷ് ഒരു ഹെഡാണ്, ഒരു ലെഡ്ജറാണ്. ക്യാപിറ്റൽ ഒരു ലെഡ്ജറാണ്. ഈ ക്യാഷിൽ ഒരു ട്രാൻസാക്ഷൻ മാത്രമായിരിക്കില്ല, ക്യാഷ് വന്നിട്ടുണ്ടായിരിക്കും, പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ ക്യാഷ് എന്ന ഒരു സെപ്പറേറ്റ് ലെഡ്ജർ ഓപ്പൺ ചെയ്ത് അതിലേക്ക് നമ്മൾ ഓരോ ട്രാൻസാക്ഷനും നമ്മളിടും. അപ്പോൾ അതിൽ നിന്ന് എത്ര വന്നിട്ടുണ്ട്, എത്ര പോയിട്ടുണ്ട്, അതിൻ്റെ ഫൈനൽ ബാലൻസ്. അങ്ങനെ അറിയാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ്. ഒരു അക്കൗണ്ടൻ്റ് നിർബന്ധമായിട്ടും അത് അറിഞ്ഞിരിക്കണം. അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി അറിയാത്ത ഒരാളെ ഒരു അക്കൗണ്ടൻ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമുക്ക് ഒരു മന്ത് എൻഡിലും ഒരു ഇയർ എൻഡിങ്ങിലും അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. എന്നാലേ അയാളൊരു പ്രൊഫഷണൽ അക്കൗണ്ടൻ്റ് ആകുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ,
സാലറി നിങ്ങൾക്കൊക്കെ അറിയാലോ, നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കുമല്ലോ. നമുക്ക് എപ്പോഴാണ് സാലറി കിട്ടുക? കഴിഞ്ഞ മാസം സാലറി പിറ്റത്തെ മന്തിലാണ് നമുക്ക് കിട്ടാറുള്ളത് അല്ലേ? പക്ഷേ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അത് കഴിഞ്ഞ മാസത്തെ എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് ബിസിനസ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ മാസം തന്നെ റെക്കോർഡ് ചെയ്യണ്ടേ? കഴിഞ്ഞ മാസം 31 തന്നെ അത് റെക്കോർഡ് ചെയ്യണ്ടേ? പക്ഷേ ക്യാഷ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ എൻട്രി കാണിക്കുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയാണ് കാണിക്കേണ്ടത്. അതായത് സാലറി അക്കൗണ്ട് ഡെറ്റർ ടു സാലറി പേയബിൾ കൊടുക്കാനുണ്ട്. സാലറി എന്നുള്ളൊരു എക്സ്പെൻസ് അവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്, പക്ഷെ ക്യാഷ് പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും റെൻറ്റ്, ഇലക്ട്രിസിറ്റി, ഓഡിറ്റ് ഫീ, ഇങ്ങനെ എല്ലാറ്റിനും നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് നമ്മൾ പാസ് ചെയ്യണം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് പാസ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ അക്കൗണ്ടന്റിന് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ പോരാ, പ്രോപ്പറായി റിപ്പോർട്ട്സുകൾ ജനറേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇപ്പം നിങ്ങളുടെ അടുത്ത് സാറ് ചോദിക്കുകയാണ്, ഇപ്പം നമ്മുടെ ബിസിനസ്സിൽ എത്ര ക്യാഷ് ഉണ്ട്, ബാങ്കിൽ എത്ര പൈസയുണ്ട്, എത്ര കൊടുക്കാനുണ്ട്, എത്ര കിട്ടാനുണ്ട്, ഇതൊക്കെ എവിടെയാണ് ഉണ്ടായിരിക്കുക? ടാലി പറഞ്ഞൊരു സോഫ്റ്റ്വെയറിൽ ഇതെല്ലാം എവിടെയാണ് ഉണ്ടായിരിക്കുക? ഇതെല്ലാം നമ്മൾക്ക് പ്രോപ്പറായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് ടാലി അറിയില്ല എന്ന് വിചാരിക്കുക. ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, എല്ലാറ്റിനെ കുറിച്ചിട്ടും A to Z വീഡിയോസ് ഉണ്ട്. ഇനി അതുമല്ല എന്ന് വിചാരിക്കുക, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട്. അതിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് A to Z ബേസിക് ടു അഡ്വാൻസ് ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ അത് പ്രോപ്പറായിട്ടല്ല ഉണ്ടായിരിക്കുക, പക്ഷേ എൻ്റെ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ എല്ലാതും ഞാൻ ഓർഡറിലാണ് ഞാൻ കാണിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റും. അതുമല്ല, എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താലത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൈഫ് ടൈം ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ്. അതായത് വർക്ക് ചെയ്യുമ്പോഴല്ലേ സംശയങ്ങൾ ഉണ്ടായിരിക്കുക അല്ലേ? അപ്പോൾ നമ്മൾക്ക് പ്രോപ്പറായി അത് ചോദിക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യമല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ, അന്ന് യൂട്യൂബ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു സൊല്യൂഷനാണ് ഇത്. അപ്പോൾ എൻ്റെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാ ആൾക്കാർക്കും ലൈഫ് ടൈം ഡൗട്ടുകൾ ചോദിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഇപ്പോഴും എന്നോട് എൻ്റെ ക്ലാസ്സിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള, അതായത് 5-6 വർഷമായി ഞാൻ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ട്, ഇപ്പോൾ അന്നത്തെ കുട്ടികളെ ഇപ്പോഴും എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു GSTയുടെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ അഫക്റ്റ് ചെയ്യണു, ബാലൻസ് ഷീറ്റിനെ അഫക്റ്റ് ചെയ്യണു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാന എൻട്രികൾ മുതൽക്ക് ഫൈനലൈസേഷൻ വരെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എല്ലാം ചെയ്ത് നമ്മുടെ അക്കൗണ്ട്സ് ഫൈനലൈസ് ചെയ്യണം. അതും നമുക്കൊരു അക്കൗണ്ടന്റിന് അറിഞ്ഞിരിക്കണം. അതുവരെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ തന്നെ ഉണ്ടായിരിക്കണം. ഒക്കെ ഈ അടിസ്ഥാന കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതൊക്കെ പ്രയോഗിക്കാനുള്ള ഉപകരണങ്ങളാണ്. അതായത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ടാലി തന്നെയാണ്. അതായത് ഇന്നിപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലും വളരെ വിപുലമായ രീതിയിലാണ് ടാലിയുടെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആദ്യം പഠിക്കേണ്ട ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും ടാലി ആയിരിക്കണം. ടാലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടാലി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് സോഫ്റ്റ്വെയറും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. കാരണം ടാലിയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ഓരോ കമ്പനികൾക്കും അതിലൊരു 10% മാത്രമേ ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഏത് സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ ഗൾഫിലാണ് എനിക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉള്ളത്. അപ്പോൾ അവരെല്ലാവരും എന്നോട് പറയാറുണ്ട്, അവർ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അവരോട് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ടാലി അറിയുമോ എന്ന്. അപ്പോൾ ഇവർ വിചാരിക്കും അവരുടെ സ്ഥാപനത്തിൽ ടാലി ആണെന്ന്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക അവിടെ ടാലി അല്ല എന്ന്. അപ്പോൾ അവർക്ക് മനസ്സിലായത് അവരുടെ അടുത്ത് വേറെ ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ടാലി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് സോഫ്റ്റ്വെയറും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ടാലി അറിയുമോ എന്നുള്ളത്. അപ്പോൾ ടാലി അറിയുന്ന ഒരാളെ എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു കോൺഫിഡൻസ് ആണ് എന്നർത്ഥം. അതേപോലെ തന്നെ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് SAP പഠിക്കണോ എന്നൊക്കെ. അപ്പോൾ SAP ഒക്കെ നമുക്ക് പഠിക്കാം, അതൊക്കെ നമുക്ക് കുറച്ച് കോസ്റ്റ്ലി ആണ്. അതുമല്ല, അതിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചെറുകിട കമ്പനിയിൽ ജോലി കിട്ടാൻ SAP കൊണ്ട് കാര്യമില്ല. അതൊരു മൾട്ടിനാഷണൽ കമ്പനികളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന് വിചാരിക്കുക, ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ജോലി നോക്കേണ്ടത് ചെറിയ കമ്പനികളിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ടാലി പോലുള്ള സോഫ്റ്റ്വെയർ ആണ് യൂസ്ഫുൾ ആകുക.
അപ്പോൾ എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട്, ഇപ്പോൾ ഗൾഫിലാണെങ്കിൽ കൂടി അവിടെ ഇപ്പോൾ ഈ SAPക്ക് ഒന്നും വലിയ ഒരു ഇതില്ല. SAPക്ക് ഉണ്ട്, വലിയ വലിയ കമ്പനികൾക്ക് മാത്രമാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൂ. അതേപോലെ തന്നെ ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. ടാലി കൂടാതെ സോഹോയുണ്ട്, അതേപോലെ തന്നെ ക്വിക്ക് ബുക്ക് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ക്വിക്ക് ബുക്കൊക്കെ കൂടുതലായിട്ടും ഇന്ത്യയുടെ പുറത്താണ് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. ഇപ്പോൾ അതിനൊന്നും അത്ര വലിയൊരു ഡിമാൻഡ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും എന്താണ് മൈക്രോസോഫ്റ്റ് ഓഫീസ്, അതിൻ്റെ പരിജ്ഞാനം നിങ്ങൾക്ക് എന്താണ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ എക്സൽ, നമ്മൾക്ക് റിപ്പോർട്ട്സുകളൊക്കെ ഉണ്ടാക്കാനും ചെറിയ ചെറിയ വർക്ക്ഷീറ്റുകൾ ഉണ്ടാക്കാനും ഇങ്ങനെയുള്ള എക്സലിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ വേർഡുകളൊക്കെ അറിഞ്ഞിരിക്കണം. വേർഡ് കത്തുകൾ തയ്യാറാക്കാനും അതേപോലെ തന്നെ പ്രസൻറ്റേഷനൊക്കെ ചെയ്യാൻ പവർ പോയിന്റ്, പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ഇമെയിലൊക്കെ അയക്കാൻ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഇനി ഈ സോഫ്റ്റ്വെയർ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല കേട്ടോ, നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടി സ്കിൽസ് ഉണ്ടായിരിക്കണം. അതായത് അതിൽ നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് GST ആണ്. ഇപ്പോൾ ഇന്ത്യയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക, നിങ്ങൾ നിർബന്ധമായിട്ടും എന്താണ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. നിങ്ങൾ ഗൾഫിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലോ അവിടെ വാറ്റിനെ കുറിച്ചും, വാല്യൂ ആഡഡ് ടാക്സ്, ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗമാണ് ടാക്സ് എന്നുള്ളത്. അപ്പോൾ GSTയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു അറിവ് തന്നെ ഉണ്ടായിരിക്കണം. എന്താണ് GST എപ്പോഴാണ് അപ്ലൈ ചെയ്യുക, ടാലിയിൽ എങ്ങനെ നമ്മൾ GST ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. അതായത് GSTയിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള GSTയുടെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് GST എപ്പോഴൊക്കെയാണ് അപ്ലിക്കബിൾ ആവുക, ആരൊക്കെയാണ് അപ്ലിക്കബിൾ ആവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ ടാലിയിൽ എങ്ങനെയാണ് GSTയുടെ എൻട്രികൾ ചെയ്യുക, പിന്നെ GSTR 1 എന്താണ്, GSTR 2B എന്താണ്, GSTR 3B എന്താണ്, ഇതിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ എങ്ങനെയാണ് എടുക്കുക, ഇതൊക്കെ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് റീകൺസിലിയേഷനും റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യാനും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊക്കെ സാധാരണ ചിലപ്പോൾ ഓഡിറ്റർ ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക, പക്ഷെ അതിൻ്റെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് ചേർന്ന ഉടനെ തന്നെ നിങ്ങളോട് ആരും റിട്ടേൺ തയ്യാറാക്കാനൊന്നും പറയില്ല, അതേപോലെ തന്നെ ഫയൽ ചെയ്യാനും പറയില്ല. കാരണം വെച്ചാൽ ഇതൊക്കെ നമുക്ക് പൈസയുടെ നഷ്ടം വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്താ വെച്ചാൽ അവരെപ്പോഴും ശ്രദ്ധിക്കും. പക്ഷേ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്കതൊരു ആഡാണ് എന്നർത്ഥം. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങോട്ട് പറയാമെന്നുള്ളതാണ്. തന്നെ ഒരു അക്കൗണ്ടന്റ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ബാങ്ക് റീകൺസിലിയേഷൻ, അതേപോലെ തന്നെ പേറോള്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് അറിയാം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആഡാണ്. തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ GSTയെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഇ-വേ ബില്ലും ഇൻവോയ്സിങ്ങിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണ് ഇ-വേ ബില്ല്, എന്താണ് ഇൻവോയ്സിങ്, ഇത് എപ്പോഴാണ് അപ്ലിക്കബിൾ ആവുക, ആരാണ് ഇത് എടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് നല്ലൊരു അറിവുണ്ടാവണം. എന്നിട്ട് വേണം നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകണമെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അപ്പോൾ ടാലിയിൽ ഇത് എങ്ങനെയാണ് എൻട്രി ചെയ്യുക, എങ്ങനെയാണ് ടാക്സ് പിടിക്കുക, ടാക്സ് പിടിച്ച ടാക്സ് എങ്ങനെ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യും, പാർട്ടിക്ക് എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ TDSന് ഓരോന്നിനും ഓരോ റേറ്റുകളാണ്. അപ്പോൾ ഓരോ കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാറ്റഗറികളുടെ പേഴ്സൻറ്റേജുകളും നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ കരിയർ എവിടെ തുടങ്ങണം അത് നമ്മൾ അറിയണ്ടേ. ഇപ്പം നിങ്ങളുടെ എഡ്യൂക്കേഷൻ എല്ലാം കഴിഞ്ഞു, നിങ്ങളെല്ലാം സെറ്റായി, ഇനി എവിടെ നിന്നാണ് നമ്മൾക്ക് നമ്മുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അപ്പോൾ അതിനുള്ളൊരു മികച്ച ഓപ്ഷൻസ് ആണ് ഒന്നുകിൽ നമ്മൾ ജോലിക്ക്, അപ്പോൾ അതിനുള്ളൊരു മികച്ച ഓപ്ഷനാണ് നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുക, സോഫ്റ്റ്വെയറും എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു 1-2 കൊല്ലം നിങ്ങളൊരു CA ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിക്കാൻ പറ്റും. അതായത് ഒരു മാനുഫാക്ചറിങ്, ഒരു സർവീസ് കൺസേൺ, ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അവിടെയുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടി ആയിട്ടുള്ളൊരു ഷോപ്പുകളുടെ അക്കൗണ്ടിങ് നമ്മൾക്ക് പഠിക്കാൻ പറ്റും. കാരണം ഒരുപാട് ആൾക്കാർ അവരുടെ അടുത്ത് വർക്ക് ചെയ്യാൻ കൊടുക്കുമല്ലോ. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെയാണ് ടാക്സ് പ്രാക്ടീഷണറുടെ ഓഫീസിലും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ആദ്യം പോയി ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുത്തിട്ട് വേണം നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു യൂസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പ്രത്യേകിച്ച് ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്ക് ഈ ഒരു സ്ഥലത്തൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുക. അതേപോലെ തന്നെ നിങ്ങളെപ്പോഴും ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ
അതേപോലെ നിങ്ങൾ എപ്പോഴും ജോലിക്ക് പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതായത് ഇപ്പോൾ ഒരു അക്കൗണ്ടന്റ് മാത്രമേ ഉള്ളൂ വിചാരിക്കുക, അപ്പോൾ നിങ്ങളാണ് അവിടെ ഒരു അക്കൗണ്ടന്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ വേറെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുകളൊന്നും ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 2-3 ആൾക്കാരുള്ളിടത്താണ് നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അവിടെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് മാറും. അതേപോലെ തന്നെ ലോ ഓഫീസിലൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അവിടെയൊക്കെ ഒരു അക്കൗണ്ടന്റിന്റെ വേക്കൻസികൾ എപ്പോഴും ഉണ്ടായിരിക്കും. ഇനി നിങ്ങളൊരു ശരിയായ സ്ഥലം കണ്ടെത്തിയെന്ന് വിചാരിക്കുക. അടുത്ത പടി എന്ന് പറയുന്നത് നമ്മളുടെ ജോലിയുടെ പേരുകൾ, അതായത് ജോബ് നെയിമുകൾ അന്വേഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ജോബ് നെയിമുകൾ ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. വെറുതെ ഒരു അക്കൗണ്ടന്റ് പോസ്റ്റ് അല്ല ഉള്ളത്. അപ്പോൾ അതിന് ഓരോ ഡെസിഗ്നേഷൻസ് ഉണ്ട്. ഓരോ ജോബിനും ഓരോരോ ഡെസിഗ്നേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഡെസിഗ്നേഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമുക്കൊരു ജോബ് കണ്ടെത്താനുള്ള ഒരു സീക്രട്ട് ഉണ്ട്. എന്താണെന്ന് അറിയോ? ഇപ്പൊ കമ്പനികൾ ഈ അക്കൗണ്ടിങ് മേഖലയിലൊക്കെ പലതരം പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ആ പോസ്റ്റുകളെയൊക്കെ കുറിച്ച് അറിഞ്ഞു എന്ന് വിചാരിക്കുക, നമ്മൾക്ക് ജോലി കണ്ടെത്താൻ നമുക്ക് എളുപ്പമായിരിക്കും. അതായത് നിങ്ങളിപ്പോൾ ജോലി അന്വേഷിക്കുമ്പോൾ വെറുതെ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ജൂനിയർ അക്കൗണ്ടന്റ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പോൾ അതിന് ഒരുപാട് വേറെയും ഡെസിഗ്നേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. അതിൽ ഒന്നാമത്തെയാണ് എന്ത്? ബില്ലിംഗ് എക്സിക്യൂട്ടീവ്, അക്കൗണ്ട്സ് ട്രെയിനി, പേറോൾ എക്സിക്യൂട്ടീവ്, പേയബിൾ അക്കൗണ്ടന്റ്, റിസീവബിൾ അക്കൗണ്ടന്റ്, ടാക്സേഷൻ അക്കൗണ്ടന്റ്, MIS എക്സിക്യൂട്ടീവ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ വലിയ വലിയ കമ്പനികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നിനും ഓരോ തസ്തികകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയധികം തസ്തികകൾ അവിടെ ഉണ്ടാവുന്നത്. ഒരു പേയബിൾ മാനേജ് ചെയ്യാനുള്ള ഒരാളുണ്ടായിരിക്കും, അതേപോലെ തന്നെ റിസീവബിൾ മാനേജ് ചെയ്യാൻ ഒരാളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള തസ്തികകളിലൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നെക്സ്റ്റ് ടൈം ജോലി അന്വേഷിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഈ പേരുകളും കൂടി വെച്ചിട്ട് ഒന്ന് സെർച്ച് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടും. അപ്പം നമ്മൾക്ക് എന്താണ്, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളുടെ ഈ റോഡ് മാപ്പ് നമ്മൾക്ക് ഒന്നും കൂടി ഒന്ന് ഓർത്തെടുത്താലോ. എന്തൊക്കെയായിരുന്നു നമ്മൾ ഫസ്റ്റിൽ നമ്മൾ എന്താണ് എഡ്യൂക്കേഷൻ പറഞ്ഞു, പിന്നീട് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അതേപോലെ സോഫ്റ്റ്വെയർ ഏത് പഠിക്കണം അതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം, GST അറിഞ്ഞിരിക്കണം, TDS അറിഞ്ഞിരിക്കണം, അതേപോലെ തന്നെ സ്പെഷ്യൽ സ്കിൽസ്, പിന്നെ നിങ്ങളുടെ കരിയർ എവിടെ തുടങ്ങണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതായത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.